നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് കഷ്ണങ്ങളുണ്ട്, അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ അത് കഷ്ണങ്ങളൊക്കെ നുറുക്കി നമ്മളൊരു പാത്രത്തിൽ വെച്ച് കഴുകി നല്ലപോലെ പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചട്ടിയിലാണ് ഇന്ന് കറി വയ്ക്കുന്നത്. കഴുകി ചട്ടിയിലേക്ക് എല്ലാ കഷ്ണങ്ങളും മുറിച്ചിട്ട് നമ്മളതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, കഷ്ണം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളത് സ്റ്റവിൻ്റെ മുകളിലേക്ക് വെച്ച് അത് വേവണ നേരം കൊണ്ട് നമുക്ക് ഒരു മുറി തേങ്ങ, ഒരു നുള്ളി ജീരകം, ഒരു 3-4 ചെറിയുള്ളി, ഒരു പച്ചമുളകും ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത മിക്സിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കഷ്ണമൊക്കെ നല്ലപോലെ വെന്ത് വന്നപ്പോൾ നമ്മൾ ആ പുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പുളി നല്ലപോലെ തിളച്ച് വെന്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പയിൽ ചേർത്ത് കൊടുത്ത് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ കറിയൊക്കെ റെഡിയായപ്പോൾ ഒരു താളിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ മൂത്ത് വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് മൂത്തപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ 2 ഉണക്കമുളക്, 3-4 ചെറിയുള്ളി, വേപ്പിൻ്റെ ഇല അരിഞ്ഞ് വെച്ചിട്ട് അതായിരിക്കും ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമ്മളത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ നമ്മുടെ പച്ചത്തീയൽ റെഡിയായി. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബായ്.